ഇറാന്റെ സൈനിക ദ്വീപിൽ നിന്ന് സ്ഫോടന ശബ്ദം കേട്ടു എന്നൊരു വാർത്ത വന്നു കേട്ടോ. അത് കൂടുതൽ ചാനലുകളിലൊന്നും വന്നിട്ടില്ല. അവിടുത്തെ ലോക്കലി ഉള്ള ചില ആളുകൾ അതിന്റെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടാണ് ചില സോഷ്യൽ മീഡിയ ഇതിലൂടെ പ്ലാറ്റ്ഫോമിൽ കൂടെ ഔട്ട് ചെയ്തത്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇറാനിന്ന് ഇന്ന് ചില VIP ബോയിങ് വിമാനങ്ങൾ റഷ്യയിലോട്ടും അതുപോലെ തന്നെ മോസ്കോയിലോട്ടും പിന്നെ ചൈനയിലോട്ടും അതുപോലെ തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ട് വന്നതുമായിട്ടുള്ള ചില ഫ്ലൈറ്റ് ട്രാക്കിംഗ് കൂടെ ചില ചാനലുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് ഇന്നത്താണ്, അതായത് ഇപ്പോൾ February 10th വന്നിട്ടുള്ള ഈവനിങ് വന്നിട്ടുള്ള ചില ന്യൂസുകളാണ്. ഇതിന് മുമ്പും നമ്മൾ ഇതേപോലത്തെ ന്യൂസ് ചെയ്തിരുന്നു. 6th അതുപോലെ തന്നെ February 1st ഇതുപോലത്തെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടാണ്. നമ്മൾ നേരെ ആ വീഡിയോയിലൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണ്. അപ്പം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം അത് ചെയ്യണം. മാക്സിമം ആൾക്കാരെടുത്തോട്ട് ഷെയറും റീച്ചും പോകാൻ വേണ്ടിയിട്ടാണ്. പറ്റുമെങ്കിൽ ചെയ്യുക. നമ്മളേതായാലും വീഡിയോയിലോട്ട് പോകാം. ഈ റിപ്പോർട്ടിലെ പ്രധാന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2026 February 10 രാവിലെ കെഷേം എന്ന് പറഞ്ഞിട്ടുള്ള IRGCയുടെ നേവൽ താവളത്തിന്റെ സമീപത്ത് വലിയൊരു സ്ഫോടന ശബ്ദം കേട്ടു എന്നാണ് പല സോഷ്യൽ മീഡിയ റിപ്പോർട്ടുകളും വരുന്നത്. അതിൻ്റെ കുറച്ച് ലോങ് ഷോട്ടിലുള്ള ചില വീഡിയോസും പുറത്തു വന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത്. ഇതൊരു തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലമാണ്. കാരണം ലോകത്തിലെ എണ്ണയുടെ 20% പോകുന്നത് ഈ ഹോർമോസ് കടലിടുക്കാന്ന് പറയാം. ഈ ഹോർമോസ് കടലിടുക്കിന്റെ ഇടയിൽ തന്നെയുള്ള ഒരു ദ്വീപാണ് ഈ കഷേം എന്ന് പറഞ്ഞിട്ടുള്ള ദ്വീപ്. ഈ ദ്വീപിൽ തന്നെ ഇറാന്റെ ഒരു പ്രത്യേക സൈനിക കേന്ദ്രം കൂടിയുണ്ട്. അതായത് ഈ ഹോർമോസ് കടലിടുക്കിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന, അതല്ലെങ്കിൽ പലതരത്തിലെ സൈനിക വിന്യാസങ്ങളും നടത്തുന്ന ഒരു കംപ്ലീറ്റ് ഒരു സൈനിക കേന്ദ്രമാണ് ഈ ദ്വീപിലുള്ളത്. അപ്പം ഇവിടെ നിന്നാണ്, ഇതിന്റെ അടുത്ത ഭാഗത്തു നിന്നാണ് ഈ വലിയ ശബ്ദം കേൾക്കുന്നത് എന്നാണ് ചില റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ട ദൃക്സാക്ഷികളാണ് അത് വീഡിയോ എടുക്കുന്നതും അതിന്റെ ക്യാപ്ചർ ചെയ്യുന്നതും അതുപോലെ അത് പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. IRGCയുടെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഇറാന്റെ ഒരു നാഷണൽ മീഡിയാസും ഇതിനെപ്പറ്റി ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല. ഇത് സ്ഫോടനമാണോ അതല്ല. നമ്മൾ കേട്ടെടുത്തോളം ഇറാൻ പലതരത്തിലുള്ള മിസൈലുകളും പലതരത്തിലെ ആണവ ബോംബുകൾ വരെ അവിടെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാൻ പറ്റില്ല അവരുടെ വല്ല പരീക്ഷണമായിരുന്നോ എന്നും പോലും പറയാൻ പറ്റില്ല. ഇന്ന് രാവിലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, US പ്രസിഡന്റിന്റെ സൈഡിൽ നിന്ന് ഒരു ഇത് വന്നിട്ടുണ്ട്, ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അതായത് മാക്സിമം അമേരിക്കൻ കപ്പലുകൾ അല്ലെങ്കിൽ അമേരിക്കൻ ഉടമസ്ഥതയിലുള്ള കപ്പലുകളൊന്നും ഹോർമോസ് അല്ലെങ്കിൽ ഇറാന്റെ സൈഡിലോട്ട് പോകാണ്ട് എത്രയും ദൂരം മാറിയിട്ടേ നിങ്ങൾ കപ്പൽ യാത്ര ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പലതരത്തിലുള്ള മുന്നറിയിപ്പ് തന്നെയാണ്. ഇറാനും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അമേരിക്കൻ ഷിപ്പ് അല്ലെങ്കിൽ അമേരിക്കൻ ഫ്ലാഗ് കാണുന്ന ഏത് ഷിപ്പ് വന്നു കഴിഞ്ഞാലും അവർ ചുമ്മാ വിടില്ല, അവർ ചെക്കിങ്ങോ അതല്ലെങ്കിൽ അവർ പിടിച്ചു വെക്കാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ് എന്നുള്ള ഒരു ഇന്ന് രാവിലത്തെ ചില മീഡിയ വാർത്തകളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ഈ ഒരു ഇപ്പം ഇത് നടന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ നടന്നു എന്നാണ് പറയുന്നത്. പക്ഷേ വൈകിട്ടായപ്പോഴേക്കാണ് നമ്മുടെ അടുത്തോട്ട് ചില ക്ലിപ്പുകളായിട്ട് വരുന്നത്. അപ്പം രാവിലെ അത്തരത്തിലുള്ള പ്രസ്താവന വരുന്നു, രാവിലെ ഇങ്ങനെ ഒരു സ്ഫോടന ശബ്ദം കേൾക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവിടുത്തെ ഒരു കാര്യങ്ങളും നമുക്ക് പുറത്തോട്ട് ഡയറക്റ്റ്ലി വരാത്തൊരവസ്ഥയാണ്. ആരെങ്കിലും ഇതുപോലെ വിട്ടു തരുമ്പോഴോ അതുപോലെ തന്നെ ഇറാന്റെ തന്നെ ചാനലുകൾ പുറത്തോട്ട് പറയുമ്പോഴാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പം ഈ ഒരു ശബ്ദം ചിലപ്പം വല്ല തരത്തിൽ ആക്രമണമാവാൻ ഒരു ചാൻസും ഇല്ല. ആക്രമണമാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഇപ്പം സ്പ്രെഡായി മാറിയേനെ. അപ്പം മറ്റു തരത്തിലുള്ള ഏതെങ്കിലും ഒരു പരീക്ഷണമായിരിക്കാനാണ് ചാൻസ് എന്നാണ് പല വിദഗ്ധരും ഇത് കണ്ടിട്ടുള്ള കുറേ ആൾക്കാർ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇറാന്റെ സൈഡിൽ നിന്ന് യാതൊരു പ്രതികരണവും അന്താരാഷ്ട്ര ഏജൻസീസോ അതിനെപ്പറ്റിയുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണവും നൽകിയിട്ടില്ല. പക്ഷേ കുറച്ച് ആഴ്ചകളായി ഇറാനിലെ പല ഭാഗത്തും നമുക്കറിയാം പലതരത്തിലുള്ള സ്ഫോടനം നടക്കുന്നുണ്ട്, പല ഗ്യാസ് പൊട്ടിത്തെറിക്കുന്നുണ്ട്, ചില സ്ഥലത്ത് സർക്യൂട്ട് ഇഷ്യൂസ് വരുന്നുണ്ട്, കുറച്ച് പേര് മരിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് പക്ഷേ ആ സിറ്റിയിൽ നിന്നൊക്കെ മാറി ഈ ഒരു ദ്വീപിൽ, അതും ഇറാന്റെ ഒരു സൈനിക താവളത്തിൽ ഇങ്ങനെ വരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ അടുത്തു നിന്നാണ് ശബ്ദം എന്ന് കേൾക്കുമ്പോൾ നമുക്കിത് പലതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഏതായാലും നമുക്ക് കണ്ടറിയാം എന്താണെന്നുള്ളത്. ഇനി അത് മാത്രമല്ല, ഇന്ന് ഇറാനിൽ അതായത് 10 ദുരൂഹമായ ചില ഫ്ലൈറ്റിൻ്റെ നീക്കങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓൾറെഡി നാളെ നെതന്യാഹുവും ട്രംപുമായിട്ട് മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഓൾറെഡി ഇറാൻ ഭയങ്കരമായിട്ടുള്ള അലേർട്ടിലാണ്. ഇറാൻ്റെ പല സ്ഥലങ്ങളും അമേരിക്കയുടെ സ്ഥലങ്ങളല്ല. ഇന്ന് വൈകിട്ട് എൻ്റെ ഒരു വീഡിയോയുടെ താഴത്ത് കുറച്ച് പേര് കമൻറ്റ് ഇട്ടത് കണ്ടു. ഒരു ബഹ്റൈനിലൊക്കെ ഈവനിങ് സമയത്ത് ഇന്ന് അലേർട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, എമർജൻസി അലേർട്ടുകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പല സ്ഥലത്തും ഭയങ്കര അലേർട്ടായിട്ടാണ് നിൽക്കുന്നത്. കാരണം നാളെ ട്രംപിനെ കാണാൻ പോയത് ലോകത്തെ ഏറ്റവും വലിയ യുദ്ധവെറിയൻ അല്ലെങ്കിൽ യുദ്ധ പിശാചായിട്ടുള്ള നെതന്യാഹുവാണ്. അതുകൊണ്ടൊക്കെ തന്നെ യുദ്ധം എങ്ങനെയെങ്കിലും നടത്തണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അല്ലെങ്കിൽ ആ നെയ്യത്തും വെച്ച് പോകുന്ന നെതന്യാഹുവാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഏത് രീതിയിലും ഈ സമാധാന ചർച്ചകളോ അല്ലെങ്കിൽ ഒന്നും നടക്കാണ്ട് യുദ്ധത്തിലോട്ട് പോകാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. അതുകൊണ്ടാണ് എല്ലാവരും അലേർട്ടായിട്ടിരിക്കുന്നത്. അപ്പം ഇന്നത്തെ ഈ ഒരു ദുരൂഹ റഷ്യൻ വിമാനത്തിന്റെ കഥയെ പറയുന്നത്, ഇന്നലെ February 9 മോസ്കോയിൽ നിന്നും ഇറാനിലേക്ക് ഒരു റഷ്യൻ വിമാനം പറന്നതായിട്ട് റിപ്പോർട്ടുണ്ട്.
ഇതൊരു ചരക്ക് വിമാനമല്ല, ഒരു VVIP യാത്രാ വിമാനമാണെന്നാണ് പറയുന്നത്. ബോയിങ് വിമാനമാണ്. ഇതിൽ റഡാറുകൾ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വിമാനം ഇടക്കിടക്ക് ട്രാൻസ്പോണ്ടർ ഓഫ് ചെയ്തിട്ടാണ് ഈ വിമാനം ഓടിക്കൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പം അതിൽ 2 ചാൻസസ് ആണ് ആളുകൾ പറയുന്നത്. ഒന്നുകിൽ ഇറാന്റെ ആണവ കേന്ദ്രത്തിലുള്ള ആളുകളെ, ന്യൂക്ലിയർ ഹൗസിലുള്ള ആളുകളെ, റഷ്യൻ എഞ്ചിനീയേഴ്സിനെ അങ്ങോട്ട് തിരിച്ചെത്തിക്കാനായിരിക്കും. ഇത് മുമ്പും കഴിഞ്ഞ ആഴ്ച ഈ ഒരു ന്യൂസ് വന്നിരുന്നു. ഇതുപോലത്തെ ചില ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ റഷ്യയുടെ തന്നെ ആണവ തലവൻ വന്ന് പറഞ്ഞിട്ടുണ്ട്, അവർ അലേർട്ട് കൊടുത്തിട്ടുണ്ട് അവിടുത്തെ എഞ്ചിനീയേഴ്സിന് ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള. അപ്പം ഇന്ന് ഈ മോസ്കോന്ന് ഇങ്ങനെ ഒരു വിമാനം വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ, അതും റഡാറുകളിൽ പെടാത്ത രീതിയിൽ ഒരു VVIP പാസഞ്ചർ ടൈപ്പ് ബോയിങ് വിമാനം വന്നതുകൊണ്ട് അതിന് കൂടുതൽ ചാൻസ് കാണുന്നത് അത് ഇവരെ കൊണ്ടുപോകാനുള്ള, അല്ലെങ്കിൽ അവിടുത്തെ ചില VVIPനെ അവിടുന്ന് സ്ഥലം ഒഴിപ്പിക്കാനുള്ള വിമാനമായിരിക്കാം എന്നാണ് പറയുന്നത്. പിന്നെ അതായത് റഷ്യന്റെ ഉദ്യോഗസ്ഥരെയും ശാസ്ത്രജ്ഞരെയും ഒഴിപ്പിക്കുന്നതായിട്ടാണ് സൂചന. ആണവ നിലയങ്ങളെ ലക്ഷ്യമിട്ട് അമേരിക്കൻ ആക്രമണം ഏതു നേരം ഉണ്ടാവാം എന്നുള്ളൊരു കരുതൽ കൊണ്ടായിരിക്കാം റഷ്യ ഇത്തരത്തിലുള്ളൊരു കരുതൽ എടുക്കുന്നത്. ഇനി അത് മാത്രമല്ല, സൈനിക വിതരണ വിമാനങ്ങളെ പറ്റിയും കൂടെ നമ്മൾ പറയാം. അതായത് റഷ്യ, ഇറാൻ, ചൈന എന്നീ രാജ്യങ്ങൾക്കിടയിലൂടെ പല ദിവസങ്ങളായിട്ട് ബോയിങ് 747 വിമാനങ്ങൾ നിരന്തരം പറക്കുന്നുണ്ട്. ഇപ്പൊ ഇതിൽ നമ്മൾ ഈ ഒരു റഡാറിന്റെ ഒരു ഫ്ലൈറ്റ് റഡാറിൽ കണ്ടിട്ടുള്ളത് ഇതിൽ 2 തരം വിമാനം, അതായത് ഒന്ന് മോസ്കോയിലോട്ട് പോകുന്നുണ്ട്, മോസ്കോ ടു ഇറാൻ യാത്ര ചെയ്യുന്നതായിട്ട് കാണുന്നത്. അതേപോലെ തന്നെ ചൈനയിൽ നിന്ന് ഇറാനിലോട്ടുള്ള യാത്രകൾ കാണുന്നുണ്ട്. പല സ്ഥലത്തും ഇതിന്റെ ട്രാൻസ്പോണ്ടർ ഓഫ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള ലൊക്കേറ്റ് ചെയ്യാൻ ഒരു റഡാറുകൾക്കും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചില റഡാറുകളിൽ ചില സമയത്ത് തെളിഞ്ഞു വന്നിട്ടുള്ള പിക്ചേഴ്സാണ്, അത് ഓൺ ആൻഡ് ഓഫ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇത് വരുന്നത്. പക്ഷേ ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും നോക്കുന്ന സമയത്ത് അത് ഇറാനും അല്ലെങ്കിൽ റഷ്യ അല്ലെങ്കിൽ ഇറാൻ ടു ചൈന ഇത്തരത്തിലുള്ള ഇതാണ്. അപ്പം ഇത് ഇറാനിലേക്കുള്ള സൈനിക പ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് അവർക്കുള്ള വെപ്പൺസും അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള സപ്പോർട്ടും കൊണ്ടുവരാണ്. ഒരിക്കലും ഇതൊരു യാത്രാ വിമാനങ്ങളല്ല. കാരണം യാത്രാ വിമാനങ്ങൾ ഒരിക്കലും ഇങ്ങനെ ട്രാൻസ്പോണ്ടർ ഓഫ് ചെയ്ത് പോകാൻ പറ്റില്ല. എപ്പോഴും റഡാറുകളുടെ അണ്ടർ തന്നെ ആയിരിക്കും. അപ്പോൾ ഫ്ലൈറ്റ് റഡാറിൽ പോയും പിന്നെയും കളിക്കുന്നുണ്ടെങ്കിൽ ഇത് ഇത്തരത്തിലുള്ള വിമാനങ്ങളാണ്. അല്ലെങ്കിൽ റഷ്യയിലോട്ട്, അതായത് ചൈനയിൽ നിന്നും റഷ്യന്നും ഇറാനിലോട്ട് വരുന്ന സൈനിക സപ്പോർട്ടുകളുടെ ഡീറ്റെയിൽസ് ആണ്, അല്ലെങ്കിൽ അത് കൊണ്ടുവന്നിട്ടുള്ള വെപ്പൺസും ആയിരിക്കും ഇതിൽ എന്നാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഇറാന്റെ ഇപ്പം ഇന്നലത്തെ ചില പുതിയ ന്യൂസ് വരുന്നുണ്ട് ഇറാനിൽ. അതായത് ഇന്നലെ മുതൽ ഈ മീറ്റിംഗ് കഴിഞ്ഞ്, ഈ അമേരിക്കയായിട്ടുള്ള ഒമാനിൽ വെച്ച് മീറ്റിംഗ് കഴിഞ്ഞ ശേഷം വീണ്ടും മൊസാദിൻ്റെ അതുപോലെ CIA ഏജന്റുമാരും ഇറാനിൽ പല സ്ഥലത്തും ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഖമേനി ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് ആളെ ഇല്ലായ്മ ചെയ്യാനുള്ള ഭയങ്കരമായിട്ടുള്ള നീക്കങ്ങൾ ഇറാൻ്റെ അകത്തുനിന്ന് ഇനിയും പിടികിട്ടാത്ത മൊസാദും CIA ഏജന്റുമാരും അവിടെ ഉണ്ട്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള ഒരു വാർത്ത ഇന്ന് രാവിലെ ഞാൻ കണ്ടിരുന്നിട്ട്. ഞാൻ അത് ചെറിയൊരു ക്ലിപ്പ് ആയതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ജസ്റ്റ് 2-3 കാര്യങ്ങൾ മാത്രമായതുകൊണ്ടാണ് ഞാൻ അത് വന്ന് പറയാണ്ടിരുന്നത്. പക്ഷേ ഇന്നിപ്പം വൈകിട്ടുള്ള ചില ന്യൂസുകളിൽ ഇറാനിൽ വീണ്ടും സംഘർഷങ്ങൾ ഇവർ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. പല ഗൺ ഷൂട്ടുകളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ മെയിൻ ഉദ്ദേശം വീണ്ടും ആളുകളൊക്കെ തണുത്തിരിക്കുന്ന ആളുകളെ വീണ്ടും ബ്രെയിൻ വാഷ് ചെയ്ത് വീണ്ടും പുറത്തോട്ട് ഇറക്കുക. ആ സമയത്ത് അവിടെ മീറ്റിംഗ് നടക്കുന്നു, അമേരിക്കയും അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ മീറ്റിംഗ് നാളെ നടക്കുന്നു. അതിൻ്റെ ഇടയിൽ വീണ്ടും സംഘർഷം ഉണ്ടാക്കുക എന്നുള്ള ഒരു ചിന്തയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് ടെഹ്റാനിലാണ് ഈ സർക്കാർ വിരുദ്ധ ഇഷ്യൂ എന്നും പറഞ്ഞിട്ട് ആളുകൾ ഇന്നിപ്പം പല ചാനലുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പല ഇറാൻ വിരുദ്ധ ചാനലുകളിലും ഇസ്രായേൽ സപ്പോർട്ട് ചാനലിലും ഇന്ന് ആ ന്യൂസ് വന്നിട്ടുണ്ട്. ഇറാൻ വീണ്ടും പ്രക്ഷുബ്ധമാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അവർ വീണ്ടും, അതായത് അടിച്ചമർത്തിയിടുന്ന് വീണ്ടും എഴുന്നേറ്റ് വരികയാണ് എന്ന്, അല്ലെങ്കിൽ അതായത് കൊല്ലാൻ ബാക്കി കിടക്കുന്ന കുറേ മൊസാദിൻ്റെയും CIAൻ്റെ ആൾക്കാരുണ്ട്. അവർ വീണ്ടും ആളുകളെ പൊക്കിക്കൊണ്ടുവരിക എന്നാണ് പറയുന്നത്. ഏതാണെങ്കിലും ഈ സമയത്ത് ഈ വൈകുന്നേരം സമയങ്ങളിൽ വന്ന ഈ ന്യൂസുകളൊന്നും നല്ല ന്യൂസുകളല്ല. ഒരു യുദ്ധത്തിലോട്ട് എത്തുന്ന തരത്തിൽ, അല്ലെങ്കിൽ അതിനുള്ള ഒരു കോപ്പുകൂട്ടൽ തന്നെയാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനുള്ള മുന്നോടിയായിട്ട് തന്നെയാണ് പല മീറ്റിങ്ങുകളും നാളെ നടക്കാൻ പോകുന്നതും. ഏതായാലും യുദ്ധം ഒന്നിനൊരു പരിഹാരവും കാര്യമൊന്നുമില്ല. യുദ്ധം നടക്കാണ്ടിരിക്കട്ടെ. ഇറാൻ ഓൾറെഡി അവർ സമ്മതിച്ചിട്ടുണ്ട്, സമ്പുഷ്ടീകരണം അവർ കുറയ്ക്കും. പക്ഷേ അതേ സമയത്ത് തന്നെ, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാനും റെഡിയാണ്. പക്ഷേ ഇറാൻ്റെ മേലുള്ള സൈനിക ഉപരോധങ്ങളും മറ്റു തരത്തിലുള്ള സാമ്പത്തിക ഉപരോധങ്ങളും അമേരിക്ക കംപ്ലീറ്റ്ലി കഴിഞ്ഞ 40 വർഷമായിട്ട് വെച്ചിട്ടുള്ള കേട്ടോ, അത് കംപ്ലീറ്റ്ലി അമേരിക്ക മാറ്റിക്കഴിഞ്ഞാൽ ഇറാൻ കംപ്ലീറ്റ്ലി യുറേനിയത്തിൻ്റെ സമ്പുഷ്ടീകരണം സ്റ്റോപ്പ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അതൊരിക്കലും അമേരിക്ക ചെയ്യാൻ പോകുന്നില്ല. കാരണം അവർക്ക് ഇറാൻ ഇല്ലാണ്ടാവണം. ഇറാൻ്റെ കയ്യിലുള്ള എണ്ണയും കാര്യങ്ങളൊക്കെ അവർക്ക് എടുക്കണം. അതാണ് അവരുടെ ഉദ്ദേശം. അത് തന്നെയാണ് ഇസ്രായേലിൻ്റെ ഉദ്ദേശം. അത് വേണ്ടിയിട്ട് അവർ അതിലോട്ട് എത്തും തോന്നുന്നില്ല. പക്ഷേ ഇറാൻ വളരെ വ്യക്തമായിട്ട്, നിങ്ങൾ ആക്രമിച്ചാൽ തിരിച്ചാക്രമിക്കും, നിങ്ങൾ പറഞ്ഞ ഡീലിനല്ല, നിങ്ങൾ ഞങ്ങളുടെ മേലുള്ള ഉപരോധം ഒഴിവാക്കി കഴിഞ്ഞാൽ തിരിച്ച് ഞങ്ങൾ ഈ പറഞ്ഞ പരിപാടി നിർത്തും, സമ്പുഷ്ടീകരണം ഞങ്ങൾ കംപ്ലീറ്റ്ലി ലൈറ്റ് ചെയ്ത് ഡൈലൂട്ട് ചെയ്ത് നോർമലിലോട്ട് ഞങ്ങൾ എത്തിക്കും, അങ്ങനെ ഒരു കരാറിൽ ഞങ്ങൾ സൈൻ ചെയ്യാൻ റെഡിയാണെന്നും കൂടെ ഇറാൻ ശക്തമായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉത്തരങ്ങൾ അറിയണമെങ്കിൽ, എന്താവും ഇതറിയണമെങ്കിൽ നാളത്തെ മീറ്റിംഗ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാൻ പറ്റും ഈ യുദ്ധം എങ്ങോട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം എങ്ങോട്ടാണ് എത്തിച്ചേരുക എന്നുള്ളത്. അപ്പോൾ ശരി, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം.